ഞാന് മുഹമ്മദ് എരമംഗലം. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് കരിങ്കോഴിനെ വളർത്താണ്. കരിങ്കോഴിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിങ്കോഴി മാത്രമല്ല, പ്രാവശ്യം നാടൻ കോഴികളും കുറെ ഉണ്ട്. ഞാൻ ഏതായാലും ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചപ്പോൾ അത് കുറെ നാടൻ കോഴിയുടെ മുട്ടയും കൂടി മേടിച്ചു വെച്ച്. അത് പക്ഷേ നാടൻ കോഴിയും കരിങ്കോഴിയും ഒരുമിച്ച് വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് പറ്റും. എങ്ങനെ അവർ ക്രോസ് ആവുന്നതിന് മുമ്പായിട്ട് മാറ്റിയിട്ടാൽ മതി. ക്രോസ് ആകുമ്പോൾ പിന്നെ അവരിട്ട് കൊടുക്കരുത്. കാരണം അല്ലെങ്കിൽ ഞാൻ നാടൻ കോഴി വേറെ കരിങ്കോഴി വേറെ ആക്കി നിർത്തണം നമ്മൾ. അല്ലെങ്കിൽ ഒരു കരിങ്കോഴിയുടെ മുട്ട ശരിക്ക് കിട്ടില്ല. ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഇനി അത് ഇതായിട്ട് എന്തായാലും എല്ലാം കൂടി വരും. തീറ്റ വെച്ച് കൊടുത്താൽ എല്ലാം കൂടി ഒന്നായിട്ട് വന്നിട്ടേ അത് കഴിക്കല്. എല്ലാം ഇറങ്ങട്ടെ ഇനി ഇറങ്ങില്ല. കരിങ്കോഴിനെ നമ്മൾ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കരിങ്കോഴിക്ക് പുറത്തുനിന്ന് തീറ്റ ഇത്തിരി മേടിച്ച് കൊടുക്കണം. അല്ല ഞാൻ അവർ ശരിക്കും വളരില്ല, ശരിക്കും മുട്ടയും കിട്ടില്ല. നമ്മൾ ഈ വീട്ടിലെ ചക്ക, ഇവിടെ ചക്കയൊക്കെ കൊടുക്കുന്നുണ്ട്. കേട്ടോ, ചക്ക അതൊക്കെ എടുക്കണം. ചക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ചക്കകളൊക്കെ കുറച്ച് കേടുവന്ന ചക്കൊക്കെ ഇട്ട് കൊടുത്താൽ അവരൊക്കെ കംപ്ലീറ്റ് കൊത്തി കാലി ആയിക്കോളും. അതിന്റെ മുള്ള് മാത്രമേ ബാക്കിയൊക്കെയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ തിന്നും. ചക്ക അല്ലെങ്കിൽ തന്നെ മാങ്ങ ഇത്തിരി കേടുവന്നതൊക്കെ ആണെച്ചെങ്കിലും ഒക്കെ അവർ തിന്നും. അതേപോലെ തന്നെ വാഴന്റെ ഇല, പിന്നെ ഈ ചീരയുടെ ഇല, അങ്ങനെ ഒരുപാട് പുല്ലുകളൊക്കെ പറിച്ചു കൊടുത്തിട്ട് കൊടുക്കില്ല. അതൊക്കെ കംപ്ലീറ്റ് അവർ കാലിയാക്കും. അപ്പൊ നമ്മള് ഈ തീറ്റ മേടിച്ച് മാത്രം കൊടുത്താൽ നമുക്ക് മുതലാകത്തില്ല. കഴിവിന്റെ പരമാവധി നമ്മൾ മറ്റു തീറ്റകൾ കൊടുക്കണം. വീട്ടിലുള്ള വേസ്റ്റുകൾക്ക് ഒത്തിരി ചോറൊക്കെ, കുട്ടികൾ തിന്നതിന്റെ ബാക്കിയൊക്കെ ചോറൊക്കെ കൊടുക്കാം. പിന്നെ നമ്മളെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്തെങ്കിലേ കരിങ്കോഴിനും മുതലാവുള്ളൂ, അല്ലെങ്കിൽ മുതലാവില്ല. തീറ്റ മാത്രം മേടിച്ചു കൊടുത്തു. പിന്നെ തന്നെയല്ല, നല്ല വിലയാണ് ഇപ്പൊ തീറ്റക്കും. നല്ല വിലയാണ്. 40 റുപ്യ ഒരു കിലോ വെച്ച് പിടിക്കുമ്പോൾ 40 റുപ്യ കൊടുക്കണം. പിന്നെ ഒരു ചാക്ക് എടുക്കുമ്പോൾ 1900 റുപ്യ കൊടുക്കണം. അതൊരു മാസം ഇപ്പൊ ഈ ഉള്ള കോഴിക്ക് ഒരു 10-40 കോഴി ഇപ്പൊ എൻ്റെ ഉണ്ട് മൊത്തം. അതിനിപ്പോ ഒരു മാസം തന്നെ തികയുള്ളൂ. ഒരു മാസം ഒരു 10-35 ദിവസമൊക്കെ വരക്ക് നിൽക്കും. പിന്നെ വേറെ ചാക്ക് മേടിക്കണം. ഒരു ചാക്ക് എടുക്കുമ്പോൾ ഒരു 100 റുപ്യയുടെ കുറവ് കിട്ടും. ചിലപ്പോഴൊക്കെ ഒരു ചാക്ക് കൊണ്ടുവരും ഞാൻ. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രചോദനമാണ് നല്ലത് കോഴിനൊക്കെ വളർത്തൽ. കരിങ്കോഴിന് മാത്രമല്ല, മറ്റു കോഴികളൊക്കെ വളർത്താം. കരിങ്കോഴിയാണ് ഏറ്റവും നല്ലത്. എന്നല്ല, കരിങ്കോഴിയുടെ മുട്ടക്കൊക്കെ ഇവിടെ ഇപ്പൊ ഞാൻ ഇതുവരെ വിറ്റിരുന്നത് 30 രൂപക്കാണ്. ഇപ്പൊ ഇനിയിപ്പോ പൈസ കൂട്ടേണ്ടി വരും, 35 ആക്കേണ്ടി വരും. 35-നും കൊടുത്തിട്ടാ, കൊത്തുമുട്ടായിട്ട് 35-നാ കൊടുക്കാറ്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് കരിങ്കോഴിയുടെ മുട്ട. പലർക്കും, അറിയുന്നവർക്കൊക്കെ അറിയാം. പലർക്കും അതിന്റെ ഉപയോഗം എന്താണെന്ന് പലരും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് കാലങ്ങളായി കരിങ്കോഴിയുടെ മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അത് ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഇതാണ് കിട്ടുന്നത്. തൈറോയിഡിന്റെ ഗുളിക ഒന്നും കഴിക്കണ്ട. അങ്ങനെ കഴിക്കണ്ടെന്ന് തന്നെ വല്ലപ്പോഴൊക്കെ കൂടുമ്പോഴൊക്കെ ഒന്നൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷിയിൽ പ്രാപ്തരാവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക കൃഷി. അതെന്നാലേ നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നമ്മളെ വീട്ടില്. പിന്നെ ഇതുപോലെ തന്നെ ഈ കോഴിനെ നമ്മൾ വളർത്തുകയാണ്, കൂടൊക്കെ വെച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിനകത്ത് ഞാനിപ്പോ മറ്റൊരു കൂടും കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കൂടുണ്ടാക്കിയതിന്റെ ഉദ്ദേശം തന്നെ ഇതിനകത്ത് വല്ല മെരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് രാത്രി ഇതിൽ കയറ്റിയിട്ട് അടച്ചിടാം. മെരു അങ്ങനെയുള്ള ഈ കീരി പോലത്തെ ഒന്നും നമ്മളിപ്പോ എവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനകത്ത് കയറ്റിയിട്ട് അടച്ചിട്ടാൽ
പെട്ടെന്നൊന്നും കീരിക്കൊന്നും വന്ന് പിടിക്കാൻ പറ്റത്തില്ല. കീരിക്ക് ഇതിനുള്ളിൽ കടന്നാൽ തന്നെ അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. അത്രയും സേഫ്റ്റിയാണത്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ എങ്ങനെയും കടന്നു വരും. പിന്നെ അതിനകത്ത് കിടന്നാൽ ഇതിന് ഈ ചെറിയ കൂടിനകത്ത് കിടന്നാലും ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് കരിങ്കോഴിനെ വളർത്തുന്ന നല്ല ലാഭമാക്കി മാറ്റാം. ഒരു 10 അധികമൊന്നും വളർത്തരുത്, കുറച്ചൊക്കെ വളർത്തുക. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 ഒരു 15 ഒക്കെ വെച്ചിട്ട് വളർത്തുക. പിന്നെ വലിയ വലിയ ഫാമൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ട്. 500, 600, 1000 കോഴിനൊക്കെ വളർത്തുന്നവരുണ്ട്. അത് ഒരു അതിനെപ്പറ്റി നല്ല പഠിച്ചിട്ടാണ്. നമ്മൾ പഠിക്കാതെ ആദ്യം തന്നെ നമ്മൾ 100, 200 കോഴിനൊന്നും വളർത്തരുത്. അത് നമുക്ക് വമ്പിച്ച വിഷമങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കും. കുറേശ്ശെ ആദ്യം വളർത്തുക വെച്ചാണ് നമുക്കതിൽ ലാഭം കിട്ടുകയും ചെയ്യും. അങ്ങനൊക്കെ ചെയ്താൽ നല്ല കാര്യമാണ്. കരിങ്കോഴിനെ പലരും വളർത്തുന്നുണ്ട്. പക്ഷെ ആ വളർത്തുന്നതിൽ ആളുകളൊക്കെ കൂട്ടത്തിലിട്ടിട്ട് നാടൻ കോഴിനും കൂടി വളർത്തുകയാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ക്രോസ് ആയി കഴിഞ്ഞാൽ അവരെ മാറ്റിയിടണം. നാടൻ കോഴി ഉണ്ടെങ്കിൽ അതിന് മാറ്റിയിടണം. എന്നാൽ നല്ല ഏതായിട്ട് മുട്ട അതിന്റെ ശരിക്കും ഒറിജിനൽ കരിങ്കോഴിയുടെ മുട്ട തന്നെ കിട്ടും. അല്ലെങ്കിൽ കരിങ്കോഴിയുടെ മുട്ട കിട്ടില്ല. അത് നാടൻ കോഴി ക്രോസ് ആയാൽ അതിന് മുട്ട കിട്ടത്തില്ല. ഇതാണ് കരിങ്കോഴി. നമ്മളെ കരിങ്കോഴിയുടെ പെടയാണിത്. ഇത് പെടയിൽ പെടയാണ്. മുട്ടയിടുന്ന സൈസാണ്. ഇതിപ്പോ ഒരു 4 മാസം കഴിഞ്ഞു, 5 മാസത്തോളം ആവാൻ പോവാണ്. 5 മാസം തികഞ്ഞിട്ടില്ല കേട്ടാ. ഇത് കരിങ്കോഴി ഒറിജിനൽ നമുക്ക് കാണണമെങ്കിൽ കരിങ്കോഴിക്കുള്ള ലക്ഷണം, ഒറിജിനൽ ലക്ഷണം ഇതാണ്. ഇതിന്റെ ഈ പൂവും ചുണ്ടുകളൊക്കെ നല്ല കറുത്ത കളറായിരിക്കും. കണ്ണുകളൊക്കെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല കറുപ്പായിരിക്കും. അല്ലാണ്ട് ഇത് വെളുത്ത കളറിലൊന്നും കരിങ്കോഴിയല്ല. അതേപോലെ ഇതിന്റെ ഒരു കാലുകളൊക്കെ കാണുന്നില്ലേ, നല്ല കറുപ്പാണ്. നല്ല കറുപ്പാണ്. ഇതാണ് കരിങ്കോഴിക്കുള്ള പ്രത്യേകത. നല്ല കറുത്ത കളറായിരിക്കും. ഇതിന്റെ നഖങ്ങളും ഒക്കെ കറുത്ത കളറായിരിക്കും. അതേപോലെ ഇതിന്റെ മാംസം നോക്കി, ഇതാണ് മാംസത്തിന് പ്രത്യേകത. മാംസമൊക്കെ കറുത്ത കളറായിരിക്കും കേട്ടാ. ഇതിന്റെ മാംസമൊക്കെ ശരിക്കും കണ്ടില്ലേ, ഇതിന്റെ അടിയിലൊക്കെ കണ്ടില്ലേ, ശരിക്കും നല്ല കറുത്ത കളറായിരിക്കും. ശരിക്കും കറുത്ത കളറാണ് കാണുക. കണ്ടാ, ഇതാണ് കരിങ്കോഴി ഒറിജിനൽ. നേരെ വെച്ച് മറ്റുള്ള കോഴികൾക്കൊക്കെ ഇത് വെള്ള കളറായിരിക്കും. ഇനി ഞാൻ മറ്റൊരു കോഴിനെ കാണിച്ചു തരാം. ഇതിൽ തന്നെ പൂവനുണ്ട്. ഉണ്ടാണ്ട് ഇത് കരിങ്കോഴിയുടെ പൂവനാണ്. പൂവന് കണ്ടില്ല, ഇത് ഗോൾഡൻ കളറുള്ളതാണ്. ഗോൾഡൻ കരിങ്കോഴി എന്നറിയും. ഇതിന്റെ കണ്ടില്ല, ഈ സൈഡിലൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ കളർ. ഇത് വലുതാകും തോറും 6 മാസമാകുമ്പോൾ ശരിക്കും ഇത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. ഇപ്പൊ കുറേശ്ശെ കാണുന്നുള്ളൂ. ഇത് ആയിട്ടില്ല, 4 മാസം ആയിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിന്റെ ശരിക്കും ചുണ്ടുകളും ഇതിന്റെ പൂവൊക്കെ കണ്ട കറുത്ത കളറ്. കാലുകളൊക്കെ നല്ല കറുത്ത കളർ. അതിൽ തന്നെ മാംസം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇത് അതാ ഗോൾഡൻ കളർ. ഇതാ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഈ ഗോൾഡൻ കരിങ്കോഴിയിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് ഈ കരിങ്കോഴി ഗോൾഡൻ. ഇതാണ് ഈ കളർ. ഇതാ വരുന്നത് എന്റെ സൈഡിൽ കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നു. ഇതാണ് കരിങ്കോഴിയുടെ ഗോൾഡൻ. നല്ല വിലയുള്ള സാധനം കേട്ടോ. ഇതിനൊക്കെ 1200 റുപ്യൊക്കെ ഉണ്ട് വലുതായാലും. ഒരു 6 മാസമൊക്കെ ശരിക്കും 1200, 1100 കൊടുക്കുന്നതാണ് ഞാനിവിടെ. ഈ മരുന്നതിനൊക്കെയാണ് അധികം ആളുകൾ കൊണ്ടുപോവുക, മരുന്നുണ്ടാക്കാനൊക്കെ. ഗോൾഡൻ നല്ല പ്രത്യേകത ഉള്ള കോഴിയാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതാണ് കരിങ്കോഴിയുടെ ഒറിജിനൽ മദർ ബ്രാൻഡ്. കരിങ്കോഴി കടക്കുന്ന അതിന്റെ മദർ ബ്രാൻഡാണിത്. ഇതിന്റെ മുട്ട വെച്ചിട്ടാണ് ഞാൻ വിരിയിക്കാറുള്ളത്. ഈ മുട്ട വെച്ച് വിരിയിച്ചെങ്കിലേ നമുക്ക് ഒറിജിനൽ കരിങ്കോഴി കിടക്കുന്ന അതിന്റെ കിട്ടത്തുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കരിങ്കോഴിയുടെ മുട്ട മേടിച്ചിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കുള്ള കരിങ്കോഴി ആവില്ല. അത് അവരെ കൂട്ടത്തിൽ നാടൻ കോഴിനെ അവർ കൂടി നടക്കുന്നുണ്ടാവും, അത് ക്രോസ് ആയിട്ടുണ്ടാവും, നമുക്കറിയില്ല. അവിടെ കൊടുന്ന് മുട്ട വിരിയിച്ച് കഴിഞ്ഞ് കുറെ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വളർത്തിയിട്ട് നമ്മൾ തന്നെ അതിന്റെ മദർ ബ്രാൻഡ് വെച്ചിട്ട് മുട്ട എടുത്തിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ 200, 150 മുട്ട വെച്ചിട്ട് ഒന്നായിട്ട് വെച്ച് വിരിയിപ്പിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും ഒരു വിശ്വാസക്കുറവ് വരില്ല. അങ്ങനെ ആകുമ്പോൾ ശങ്കരവർഗ്ഗമായിരിക്കും. കരിങ്കോഴിയും നാടൻ കോഴിയും വിരിഞ്ഞു കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൽ കൃത്രിമമായിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ആ കാണുന്നതാണ് കരിങ്കോഴിയുടെ ഒറിജിനൽ. അതിന്റെ പൂവൻകോഴിയാണത്. അതാണ് ഗോൾഡൻ. കരിങ്കോഴിയുടെ ഗോൾഡൻ എന്ന് പറയും. അതാണ് ഏറ്റവും നല്ലത്. ഇത് ക്രോസ് ആവാൻ നല്ലത്. ഏറ്റവും നല്ല കോഴിയാണിത്. ക്രോസിങ്ങിന് ഏറ്റവും ഉത്തമമായതാണത്. മറ്റേ സാധാ കരിങ്കോഴിനേക്കാളും നല്ലതാണ് കരിങ്കോഴിയുടെ മദർ ബ്രാൻഡ്. അത് ശരിക്കും ക്രോസിങ് നടക്കുകയും ചെയ്യും. തന്നെയല്ല അതിന്റെ മുട്ടകൾ ഒറ്റൊന്നും നഷ്ടപ്പെടില്ല. അത് 100 മുട്ട വെച്ചാൽ നമുക്കൊരു 95, 96 വിരിഞ്ഞ് കിട്ടും. നേരെ മറിച്ച് മറ്റേതിന്റെ അത്ര കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ ഗോൾഡനെ ഞാൻ നിർത്തിയിട്ടുള്ളത്. ഈ ഗോൾഡനെ പലരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എന്താ, കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മദർ ബ്രാൻഡ് ആക്കി എടുക്കാൻ പറ്റില്ല നമുക്ക്. അതിന്റെ പേരിലാണ്.